നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമി നൽകുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലാകായിക പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണെന്ന് കേണൽ MT ബ്രിജേഷ്. തൃശൂർ ലൂർദ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമി നൽകുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷം വഹിച്ചു. മാറ്റാമ്പുറത്ത് നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, MLA P ബാലചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, PS വിനയൻ, PK ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി സ്വാഗതവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നന്ദിയും രേഖപ്പെടുത്തി. അടുത്തത് അഖിൽ ജോസ്, പാടിക്കാരൻ ഹൗസ്, നെടുപുഴ. സ്നേഹമുള്ളവരെ, തൃശ്ശൂരിലെ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ഈ മഹനീയ വേദി ധന്യമാക്കിയ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് തൃശ്ശൂർ ജനത, തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്നേഹോപകാരം. പട്ടിക വിതരണത്തിൽ മാത്രമല്ല, വീടുകൾ ലഭ്യമാക്കുന്നതിൽ, ആരോഗ്യ സേവനങ്ങളും ഇൻഷുറൻസും ലഭ്യമാക്കുന്നതിൽ, പൊതുവിദ്യാലയങ്ങൾ നവീകരിക്കുന്നതിൽ, ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്നതിൽ എല്ലാം നാം എന്തായിരുന്നോ പ്രഖ്യാപിച്ചിരുന്നത് ആ ലക്ഷ്യത്തേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് പോകാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ജനക്ഷേമകരമായ ഇത്തരം നടപടികളും വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് സർക്കാരിനുള്ള വിശ്വാസം ഇരട്ടിപ്പിക്കുന്ന സ്ഥിതിയുണ്ട്. പ്രഖ്യാപിക്കുന്ന ഏത് കാര്യവും നടപ്പാക്കുന്ന സർക്കാരാണ് ഇവിടെ ഉള്ളത് എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് കേരളത്തിലെ ജനങ്ങൾ LDFന് 2021 തുടർ ഭരണം സമ്മാനിച്ചത്. ജനങ്ങൾ അർപ്പിച്ച ആ വിശ്വാസം കാത്തുസൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് 2021 അധികാരത്തിൽ വന്ന സർക്കാർ തീരുമാനിച്ചത്. പട്ടയങ്ങളുടെ കാര്യമെടുത്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം 1,80,887 പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ കഴിയും. ആദ്യത്തത് ഞാൻ പറഞ്ഞു. അത് കാണിക്കുന്നത് എന്താ? ഒന്നാം 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ഈ 1,80,000
ഏതെല്ലാം ഘട്ടത്തിൽ നൽകി എന്നതിൻ്റെ കണക്കാണ് എൻ്റെ അടുത്തുള്ളത്. ഒന്നാം നൂറുദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി 54,535 പട്ടയം, രണ്ടാം നൂറുദിന കർമ്മ പരിപാടി 67,069 പട്ടയം. വാർത്തകൾ പോലെ തനത് ഭൂമി എങ്ങനെ പട്ടയം കൊടുക്കാം എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായി. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വില കൊടുത്ത് മേടിച്ച ഭൂമി, വിവിധങ്ങളായ പ്രോജക്റ്റുകൾക്ക് വേണ്ടി സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമി, അങ്ങനെ തനത് ഭൂമി മേടിക്കുകയും അതിൻ്റെ കൈവശ രേഖ കൊടുക്കുകയും ചെയ്യുമ്പോഴും അത് റിലിംഗ്വിഷ് ചെയ്തുകൊണ്ട് പട്ടയം കൊടുക്കാനുള്ള നിയമം പഞ്ചായത്തി രാജ് കോർപ്പറേഷൻ ആക്ട് ഒരിടത്തും പറയുന്നില്ല എന്ന പ്രശ്നം ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരിട്ട് യോഗം നടത്തി റവന്യൂ മിനിസ്റ്റർ എന്ന നിലയിൽ ഞാനും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ MP രാജേഷും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ചേർന്നുകൊണ്ട് തനത് ഭൂമി റിലിംഗ്വിഷ് ചെയ്യാൻ നിയമപ്രകാരമോ ചട്ടപ്രകാരമോ അവസരമില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ ഏറ്റവും അടുത്ത് സർക്കാർ നേരിട്ട് ഒരു ഓർഡിനൻസ് ഇറക്കി കേരളത്തിലെ തനത് ഭൂമിയായി തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്തുകളുടെ ഭൂമിക്ക് സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച 295 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ, 20 ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉൾപ്പെടെ 315 പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ്. ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത 6200 പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരാക്കി. ഇവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 1000 പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ്. രണ്ടാം ഘട്ടമായി തിരഞ്ഞെടുത്ത 3300 പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നു. ഇവ പൂർത്തിയാകുന്നതോടെ അഗ്നിരക്ഷാ സേനയ്ക്ക് കൂടുതൽ സഹായം നൽകുവാൻ കഴിയുന്ന 10,000 പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിക്കുകയാണ് ലക്ഷ്യം. ഇവർക്കായി ഗംബൂട്ട്, ഹെൽമറ്റ് തുടങ്ങിയ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ്, MEV വാഹനങ്ങളും ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളും ലഭ്യമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സാഹസിക രക്ഷാപ്രവർത്തനത്തിനായി വകുപ്പിന്റെ കീഴിൽ പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട്. 30 പേർ അടങ്ങുന്ന പ്രത്യേക ദൌത്യസേനയും ജലാശയ അപകടങ്ങളിൽ നിന്ന് ഫലപ്രദമായ രക്ഷാപ്രവർത്തനം നടത്തുവാൻ സ്കൂബ ടീമും സജ്ജരാണ്. പൊതുസമൂഹത്തിന്റെ രക്ഷാസേന എന്ന ഉത്തരവാദിത്ത ബോധത്തോടെയാകണം സേനാംഗങ്ങൾ തങ്ങളുടെ അറിവുകൾ പ്രയോഗിക്കേണ്ടത്. കേവലം തീ അണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്തഘട്ടത്തിലും സഹായമെത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാ വകുപ്പ് മാറി. പ്രളയം, ഉരുൾപൊട്ടൽ മാത്രമല്ല, പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. കാലാനുസൃതമായി അഗ്നിരക്ഷാ സേനയെ ശാക്തീകരിക്കുന്നതിനും ആധുനീകരിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത്. ഇതിന്റെ ഭാഗമായി കൂടുതൽ അപകട സാധ്യതാ മേഖലകളിൽ ഉപയോഗിക്കുന്നതിന്റെ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടി അന്തിമഘട്ടത്തിലാണ്. ചരിത്രത്തിലാദ്യമായി അഗ്നിരക്ഷാ സേനയിൽ വനിതകളെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ്. ആദ്യപടിയായി 100 തസ്തികകൾ സൃഷ്ടിച്ചു. ഇതിലേക്ക് 82 വനിതാ ഓഫീസർമാരാണ് എത്തിയത്. അഗ്നിരക്ഷാ സേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കാനായതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ K. പത്മകുമാർ, ഡയറക്ടർ ടെക്നിക്കൽ M. നൌഷാദ്, ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ്, അക്കാദമി ഡയറക്ടർ MG രാജേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർമാരായ AS ജോക്കി, SL ദിലീപ്, സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ തുടങ്ങിയവർ സന്നിഹിതരായി. അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ റെന്നി ലൂക്കോസ് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പരേഡ് കമാൻഡർ TS അജിലേഷാണ് പാസിംഗ് ഔട്ട് പരേഡ് നയിച്ചത്. ഉരുൾപൊട്ടൽ ഇത്തരം ദുരന്തഘട്ടങ്ങളിൽ മാത്രമല്ല, പകർച്ചവ്യാധികളുടെ നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായി പ്രവർത്തിക്കാൻ ഈ സേനയ്ക്ക് കഴിയുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഏത് ദുരന്ത സാഹചര്യത്തെയും അവസരോചിതമായി നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക
ആധുനികവൽക്കരിക്കുക. ഇതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത്. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട അഗ്നിരക്ഷാ സേനയുടെ ആധുനികവൽക്കരണത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത്. ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വാട്ടർ ബോസർ, ഫോം ടെൻഡർ, അഡ്വാൻസ്ഡ് റെസ്ക്യൂ ടെൻഡർ, ഫാസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ തുടങ്ങിയ പുതിയതരം വാഹനങ്ങളും ഡീ വാട്ടറിംഗ് പമ്പുകൾ തുടങ്ങിയവ പോലെയുള്ള ആധുനിക ഉപകരണങ്ങളും വകുപ്പിന് ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വയം പ്രതിരോധത്തിനായി മുഴുവൻ ജീവനക്കാർക്കും ഫയർ ഫൈറ്റിംഗ് സ്യൂട്ട് ലഭ്യമാക്കാനായി ഏതുതരം അഗ്നിബാധയും നേരിടാൻ സാധിക്കുന്ന DCP ടെൻഡറുകളും ഇന്ന് ഈ വകുപ്പിന് സ്വന്തമാണ്. ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി പ്രശ്നബാധിത മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. അപകട രക്ഷാ പ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സ് മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ദുരന്തങ്ങളുടെ മേഖലകളിൽ സിവിൽ ഡിഫൻസ് വളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമായിരുന്നു. കലാകായിക പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണെന്ന് കേണൽ MT ബ്രിജേഷ്. തൃശൂർ ചിന്മയ കോളേജിൽ നടക്കുന്ന NCC ദശദിന ക്യാമ്പിലെ കൾച്ചറൽ ആൻഡ് കായിക മീറ്റിലെ സമ്മാന വിതരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേണൽ. ഡെപ്യൂട്ടി ക്യാമ്പ് കമാൻഡന്റ് മേജർ PG സ്റ്റൈജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്യാപ്റ്റന്മാരായ ശരത് ചന്ദ്രൻ, ജെയ്സൺ ജേക്കബ് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. അസോസിയേറ്റഡ് NCC ഓഫീസർമാരായ ഷിജി പൗലോസ്, അദീബ് EA, നിഖിൽ സിജി, സുബൈദർ മേജർ, ബിജോ റായ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. 5 ജില്ലകളിൽ നിന്നായി 600ഓളം കേഡറ്റുകളാണ് കൾച്ചറൽ മീറ്റിൽ വിവിധ പരിപാടികൾ അവതരിപ്പിച്ചത്. വിജയികളായ കലാകായിക താരങ്ങളായ കേഡറ്റുകളെ കേണൽ MT ബ്രിജേഷ് ഉപഹാരം നൽകി ആദരിച്ചു. ലഫ്റ്റനന്റ്മാരായ അനൂപ് MR സ്വാഗതവും ശിവരാമകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി. ലഫ്റ്റനന്റ് റേനയുടെ നേതൃത്വത്തിലുള്ള 25 അംഗ കേഡറ്റുകളാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. വനിതാ കമ്മീഷൻ അദാലത്തിൽ 22 പരാതികൾ പരിഹരിച്ചു. കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച തൃശൂർ ജില്ലാ അദാലത്തിൽ 22 പരാതികൾ പരിഹരിച്ചു. ആകെ പരിഗണയ്ക്ക് വന്ന 64 പരാതികളിൽ 8 എണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി. ബാക്കി പരാതികൾ അടുത്ത മാസം നടക്കുന്ന അദാലത്തിലേക്ക് മാറ്റിവെച്ചു. കേരള വനിതാ കമ്മീഷൻ അംഗം VR മഹിളാമണിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജവഹർ ബാലഭവനിൽ നടന്ന അദാലത്തിൽ അഭിഭാഷകരായ സജിത അജിത്, സുനിത, AK വിനോദ്, കൗൺസിലർമാരായ രമണൻ തുടങ്ങിയവരും പരാതികൾ പരിശോധിച്ചു. വനിതാ കമ്മീഷന്റെ കോഴിക്കോട്, എറണാകുളം മേഖലാ ഓഫീസുകൾ മുഖേനയും പരാതി നൽകാനാകുമെന്ന് VR മഹിളാമണി അറിയിച്ചു. തൃശൂർ ലൂർദ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രൽ വോയ്സും IMA തൃശൂരും സംയുക്തമായി നടത്തിയ സൗജന്യ ചികിത്സാ ക്യാമ്പ് നടന്നു. കത്തീഡ്രൽ വികാരി റവറന്റ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ പ്രാർത്ഥനയും സന്ദേശവും നൽകി. പ്രൊഫസർ KM ഫ്രാൻസിസ് സ്വാഗതം ആശംസിച്ചു. IMA പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ജോർജ് PF ടെസ്റ്റ് കത്തീഡ്രൽ വികാരിക്ക് നൽകി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ റെന്നീസ് ഡേവിസ് ക്ലാസിന് നേതൃത്വം നൽകി. ജനറൽ കൺവീനർ സോണി കവലക്കാട്ട് കൃതജ്ഞത രേഖപ്പെടുത്തി. പ്രഗത്ഭരായ 13 ഡോക്ടർമാർ രോഗപരിശോധനകൾ നടത്തി. കത്തീഡ്രൽ ട്രസ്റ്റി ശ്രീ ജോജു മഞ്ഞില ആശംസകൾ പറഞ്ഞു. ചടങ്ങുകൾക്ക് ഡോക്ടർ ജോബി കാക്കശ്ശേരി, ഇഗ്നേഷ്യസ് ആന്റണി, ജോസ് വാഴപ്പിള്ളി, CR ആന്റോ, ജോസ് ചിറ്റാട്ടുകര, ബോബി ജോസ്, ലൂവി കണ്ണാത്ത്, തോമസ് കോനിക്കര, ടോജോ, ശ്രീമതി അൽഫോൺസ സിംസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനിയൊരു ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്.
ISO certified laboratory, hematology, biochemistry, electrolytes, hormones, serology, clinical pathology, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്, വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. വീണ്ടും വാർത്തയിലേക്ക്. കണ്ണംകുളങ്ങര സെന്ററിൽ നിർത്തിയിട്ടിരുന്ന ലിജോ എന്ന വ്യക്തിയുടെ ഓട്ടോ പുലർച്ചെ 1:30 കത്തുകയായിരുന്നു. അഗ്നിരക്ഷാ സേനയെ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ യൂണിറ്റിൽ നിന്ന് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺ കുമാർ ജിയുടെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ പ്രകാശൻ കെ, സജീഷ് രമേഷ്, സുധീഷ് തുടങ്ങിയവർ ചേർന്ന് തീ പൂർണ്ണമായും അണച്ചു. ആളപായമില്ല. ദേശീയപാത പാലിയേക്കര സമാന്തര പാതയിൽ ലോറി കുടുങ്ങി. പെരുമ്പാവൂരിൽ നിന്നും ടൈൽ കയറ്റാൻ വന്ന ലോറിയാണ് കുടുങ്ങിയത്. പാലിയേക്കരയിൽ നിന്നും മടവാക്കരയിലേക്ക് പോകുന്ന റോഡിലേക്ക് കടക്കാൻ ശ്രമിച്ച ലോറിയാണ് റോഡിന് കുറുകെ കുടുങ്ങിയത്. വാഹനം നാട്ടുകാരുടെ സഹായത്തോടെ മാറ്റാനുള്ള ശ്രമം നടത്തിയെങ്കിലും സാധിച്ചില്ല. വാഹനത്തിന്റെ തൊട്ടുമുമ്പിൽ താഴ്ചയുള്ള പാടം കൂടുതൽ അപകട സാധ്യത ഉയർത്തി. ഏറെ നേരത്തെ ശ്രമഫലമായി ക്രെയിനിന്റെ സഹായത്തോടെ കെട്ടിവലിച്ചാണ് ലോറി പുറത്തെത്തിച്ചത്. പുതുക്കാട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. വീതി കുറഞ്ഞതും കുത്തനെയുള്ള ഇറക്കവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി യാത്രക്കാരുടെ നിരന്തര പരാതി ഉയർന്നിരുന്നതിനിടെയാണ് വീണ്ടും അപകടമുണ്ടായത്. ഇവിടെ മുൻപും പല അപകടങ്ങളും നടന്നിട്ടുണ്ട്. പ്രശ്നത്തിന് NHAയും പഞ്ചായത്ത് അധികൃതരും ഉടൻ പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരും നാട്ടുകാരും ആവശ്യപ്പെടുന്നത്. പുന്നംപറമ്പ് ഹോമിയോപ്പതി ഹെൽത്ത് സെന്ററിൽ വയോജന മെഡിക്കൽ ക്യാമ്പും യോഗ ക്ലാസും രക്തപരിശോധനയും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ നിലീമ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ രമ്യ S പിള്ള, ഡോക്ടർ സ്വാതി, ഡോക്ടർ ഫാൻസി തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യപരമായി ജീവിക്കാൻ കഴിയാവുന്ന ഒരു അന്തരീക്ഷത്തെ രൂപപ്പെടുത്താം.
14 പരം രാജ്യങ്ങളിലായി വ്യാപിച്ചു കൊടുക്കുന്ന റെഫറൽ ബിസിനസ് കൂട്ടായ്മയായ BNTയുടെ വടക്കാഞ്ചേരി ചാപ്റ്റർ ദിശ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളും ചെലവ് കുറഞ്ഞ നിർമ്മാണ രീതികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന സെമിനാർ ഡെലീസ റീജൻസിയിൽ 25-ന് രാവിലെ 10:30 മുതൽ 12 വരെ നടത്തുന്നു. മേഖലയിലെ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറിൽ പ്രവേശനം സൗജന്യമാണ്. വാർത്താസമ്മേളനത്തിൽ BNI ഭാരവാഹികളായ ഫൈസൽ അബ്ദുൾ റഹ്മാൻ, P. പ്രദീപ്, ഷാനവാസ് M. ഹമീദ്, ടോബി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കുറിച്ചാണ് എങ്ങനെ ഇത് സെലക്ട് ചെയ്യാന്നുള്ള വിദഗ്ധരുടെ ഒരു അഭിപ്രായം. നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ കൺസ്ട്രക്ഷൻ ചെയ്യാം, പിന്നെ സസ്റ്റൈനബിലിറ്റി എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. അതായത് ഈ സോളാർ അങ്ങനെയുള്ള പിന്നെ പലതരം ബ്രിക്കുകളൊക്കെ പോകുന്നുണ്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായിട്ട് പറയാന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ ക്ഷണിച്ചിട്ടുള്ളത്. ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ എക്സ്പീരിയൻസ്ഡ്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ, ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ, വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487-237-4285. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വീണ്ടും വാർത്തയിലേക്ക്. പാചകം ചെയ്യുന്ന റിഫൈൻഡ് ഓയിൽ 22% വില വർദ്ധിപ്പിച്ചത് ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി വർദ്ധിച്ചതായി ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വിഷയം ചൂണ്ടിക്കാട്ടി ഇറക്കുമതി ചെയ്യുന്നതിന്റെ വിലവർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ നിവേദനം നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കിരൺ എസ് പാലക്കൽ, VM ഇബ്രാഹിം, ബിജു പ്രേംശങ്കർ, CP പ്രേംരാജ്, അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. നടത്തറ തിരുഹൃദയ ദേവാലയത്തിലെ വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ നിര്യാതനായി. 64 വയസ്സായിരുന്നു. 3 ദിവസം മുമ്പ് തലച്ചോറിൽ സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:20 മരണപ്പെട്ടത്. മൃതദേഹം നടത്തറ പള്ളിയിൽ തിങ്കളാഴ്ച വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെ പൊതുദർശനം ഒരുക്കിയിരുന്നു. തുടർന്ന് ജൂബിലി മിഷൻ ആശുപത്രിയിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ചൊവ്വാഴ്ച രാവിലെ ഏനാമാവിലുള്ള സഹോദരൻ ജോൺസന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഏനാമാവ് പള്ളിയിൽ സംസ്കാര ശുശ്രൂഷകൾ നടത്തും. 1984 ഡിസംബർ 27 പൗരോഹിത്യം സ്വീകരിച്ചത്.
പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചേറൂർ എം പൗലോസിന്റെ ഭാര്യ ബീന ജോൺ അന്തരിച്ചു. 53 വയസ്സായിരുന്നു. മക്കൾ ഫിമിയ പൗലോസ്, ഫാനിയ പൗലോസ്, ഫെബിൻ എ പൗലോസ്. മരുമക്കൾ മെൽവിൻ വർഗീസ്. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് പടിഞ്ഞാറേക്കോട്ട് സെന്റ് ഇഗ്നേഷ്യസ് ഓർത്തഡോക്സ് പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കോർപ്പറേഷൻ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് വീതം ഭൂമി നൽകുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കലാകായിക പ്രവർത്തനങ്ങൾ പൂർണ്ണതയിലേക്കുള്ള പ്രയാണമാണെന്ന് കേണൽ MT ബ്രിജേഷ്. തൃശൂർ ലൂർദ് മെത്രാപ്പൊലീത്തൻ കത്തീഡ്രലിൽ സൗജന്യ ചികിത്സാ ക്യാമ്പ് നടത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.